കഴിഞ്ഞ ദിവസം വടക്ക് കിഴക്കൻ മിഡ് അറ്റ്ലാന്റിക് മേഖലകളിൽ അപ്രതീക്ഷിതമായി പെയ്ത അതിശക്തമായ മഴ ന്യൂയോർക്ക് നഗരത്തെയും വടക്കൻ ന്യൂജേഴ്സിയെയും അക്ഷരാർത്ഥത്തിൽ മുക്കി. ഈ മേഖലകളിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ട വ്യാപകമായ വെള്ളപ്പൊക്കം സാധാരണ ജനജീവിതം സ്തംഭിപ്പിക്കുകയും ചെയ്തു. മണിക്കൂറുകൾ നീണ്ട പേമാരിക്ക് ശേഷം റോഡുകളും സബ്വേ സ്റ്റേഷനുകളും വീടുകളുടെ ബേസ്മെന്റുകളും വെള്ളത്തിനടിയിലായി. ഇതേ തുടർന്ന് അടിയന്തര മുന്നറിയിപ്പുകൾ നൽകുകയും പല പ്രദേശങ്ങളിൽ നിന്നും ആളുകളെ ഒഴിപ്പിക്കുകയും ചെയ്തു. അധികൃതർ ജനങ്ങളോട് വീടുകളിൽ തന്നെ തുടരാനും അനാവശ്യ യാത്രകൾ ഒഴിവാക്കാനും കർശന നിർദ്ദേശം നൽകിയിട്ടുണ്ട്. പ്രളയക്കെടുതിയുടെ രൂക്ഷത കണക്കിലെടുത്ത് ന്യൂജേഴ്സി ഗവർണർ ഫിൽ മർഫി സംസ്ഥാനത്ത് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു. തന്റെ ഔദ്യോഗിക എക്സ് അക്കൗണ്ടിലൂടെ അദ്ദേഹം ഈ വിവരം പങ്കുവെക്കുകയും ചെയ്തു. സംസ്ഥാനത്തിന്റെ ചില ഭാഗങ്ങളിൽ പെട്ടെന്നുള്ള വെള്ളപ്പൊക്കവും ഉയർന്ന തോതിലുള്ള മഴയും കണക്കിലെടുത്ത് ഞാൻ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്നുവെന്നും അദ്ദേഹം കുറിച്ചു. ജനങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിന്റെ ഭാഗമായി ദയവായി വീടിനുള്ളിൽ തന്നെ തുടരുക എന്നും അനാവശ്യ യാത്രകൾ ഒഴിവാക്കാനും സുരക്ഷിതരായിരിക്കാനും അദ്ദേഹം അഭ്യർത്ഥിച്ചു. ഈ പ്രഖ്യാപനം സംസ്ഥാനത്തെ രക്ഷാപ്രവർത്തനങ്ങളെ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്കും കൂടുതൽ വേഗത നൽകാൻ സഹായിക്കും. അടിയന്തര സാഹചര്യങ്ങൾ നേരിടാൻ ആവശ്യമായ വിഭവങ്ങൾ വിന്യസിക്കാനും ഏകോപിപ്പിക്കാനും ഇത് സർക്കാരിന് അധികാരം നൽകുന്നുണ്ട്. ഈ അടിയന്തരാവസ്ഥ പ്രഖ്യാപനം ദുരന്തത്തിന്റെ വ്യാപ്തി എത്രത്തോളം ഉണ്ടെന്ന് വ്യക്തമാക്കുന്നുമുണ്ട്. നഗരത്തിലെ താഴ്ന്ന പ്രദേശങ്ങൾ പൂർണ്ണമായും വെള്ളത്തിനടിയിലായതിനാൽ ഗതാഗതം സ്തംഭിച്ചു. പല റോഡുകളും അടച്ചിട്ടു. വാഹനങ്ങൾ വെള്ളത്തിൽ മുങ്ങി. ഇത് ദൈനംദിന യാത്രകളെ സാരമായി ബാധിച്ചു. സ്കൂളുകളും ഓഫീസുകളും അടച്ചിടാൻ സാധ്യതയുണ്ടെന്നും റിപ്പോർട്ടുകൾ പറയുന്നുണ്ട്. ന്യൂയോർക്ക് നഗരത്തിലെ 5 ബറോകളിലും നാഷണൽ വെതർ സർവീസ് വെള്ളപ്പൊക്ക മുന്നറിയിപ്പുകൾ പുറപ്പെടുവിച്ചു. ഇത് ജനങ്ങൾക്കിടയിൽ വലിയ ആശങ്ക സൃഷ്ടിക്കുകയും ചെയ്തു. പ്രത്യേകിച്ചും ബേസ്മെന്റ് ഫ്ളാറ്റുകളിൽ താമസിക്കുന്നവരെയാണ് ഇത് ഏറ്റവും കൂടുതൽ ബാധിച്ചത്. പെട്ടെന്നുള്ള വെള്ളപ്പൊക്കം ഏറ്റവും കൂടുതൽ ബാധിക്കാൻ സാധ്യതയുള്ളതും ബേസ്മെന്റ് ഫ്ളാറ്റുകളെയാണ്. അതിനാൽ ഈ ഫ്ളാറ്റുകളിലെ താമസക്കാരോട് വേഗത്തിൽ ഒഴിഞ്ഞുപോകാൻ തയ്യാറാകാൻ ഉദ്യോഗസ്ഥർ ആവശ്യപ്പെട്ടു. ഇത് മുൻകരുതൽ എന്ന നിലയിൽ നൽകിയിട്ടുള്ള ഒരു നിർദ്ദേശമാണ്. ന്യൂയോർക്ക് സിറ്റി എമർജൻസി മാനേജ്മെന്റ് എക്സിൽ നൽകുന്ന മുന്നറിയിപ്പ് ശ്രദ്ധേയമാണ്.